നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കേച്ചേരി പന്നിത്തടം മക്കിക്കാവ് ബൈപ്പാസ് റോഡ് നാടിനെ സമർപ്പിച്ചു. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 54,61,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇരുമ്പപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുവാനും പ്രൊഫഷണൽ കായിക രംഗത്ത് മികവുറ്റ കായിക താരങ്ങളെ വളർത്തിയെടുക്കുവാനും ഉണ്ടാകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വികലമായ പ്രതിമ സ്ഥാപിച്ചതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസ സമരം നടത്തി. ബയോ പാർക്കിലെ ഗാന്ധി പ്രതിമ അപൂർണമാണെന്നും ജനങ്ങളുടെ മനസ്സിലുള്ള ഗാന്ധി രൂപത്തിലേക്ക് മാറ്റുമെന്നും നഗരസഭാ ചെയർമാൻ എം. കൃഷ്ണദാസ്. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം എന്ന വിശേഷണമുള്ള അടുപ്പുട്ടി പള്ളി പെരുന്നാളിന് തുടക്കമായി. പെരുന്നാളിൽ പങ്കെടുക്കുന്നത് 43 ആഘോഷ കമ്മിറ്റികൾ. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള 25 ഗജവീരന്മാർ അണിനിരക്കും. മഴയുടെ ഭീഷണിയിലും ആവേശത്തോടെ നാടും നഗരവും. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 54,61,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കേച്ചേരി പന്നിത്തടം മക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. AC മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർക്ക് സമയബന്ധിതമായി പണം നൽകുമെന്ന് MLA പറഞ്ഞു. ചില കോൺഗ്രസുകാർ വികസനം തടസ്സപ്പെടുത്താൻ വേണ്ടി അനാവശ്യമായി ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും MLA പറഞ്ഞു. ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ, AV വല്ലഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി തുടങ്ങിയവർ സംസാരിച്ചു. ഏറെക്കാലമായി നാട് ആഗ്രഹിക്കുന്ന പദ്ധതിയാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് പൂർത്തീകരണം. ഒട്ടനവധി തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. ശ്രീ AC മൊയ്തീൻ ഓരോ ഘട്ടത്തിലും അവ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി ഇത് പൂർത്തീകരിക്കപ്പെട്ടു. എരുമപ്പെട്ടിയിൽ ഇന്ന് രാവിലെ ഉദ്ഘാടന പരിപാടിക്ക് കോൺഗ്രസ് ഉണ്ട്, UDF ഉണ്ട്. ഇവിടെ മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വരുന്ന എന്താണെന്ന് വിവേകമുള്ള കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം ആലോചിക്കണം. എന്നോട് പലരും പറഞ്ഞത് അവർക്കൊക്കെ വരണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നേതൃത്വത്തിന്റെ പ്രാദേശിക നേതൃത്വത്തിലെ ചിലർ വിലക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തത്. എന്നോട് സ്വകാര്യം പറഞ്ഞ ആളുകളുണ്ട്. ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു സമീപനമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക്. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ വ്യത്യാസത്തിന്റെ ഭാഗമായി ആശയങ്ങൾ നല്ലപോലെ ഞങ്ങൾ അങ്ങോട്ടും പറയും, നിങ്ങൾ ഇങ്ങോട്ടും പറയും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായി വികസന പ്രവർത്തനത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന സമീപനമാണ് ഞങ്ങൾ ഏത് കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് വന്നു എന്നറിഞ്ഞപ്പോൾ എന്നാൽ ഇതിനോടൊക്കെ സഹകരിക്കാതെ നിൽക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് എന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. കേച്ചേരി പന്നിത്തടം അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിൽ ഭൂമി വിട്ടു നൽകിയവർക്ക് വാഗ്ദാനം നൽകിയ തുക നൽകിയില്ലെന്ന് ആരോപിച്ച് ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. Moydin
മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പന്നിത്തടം സെന്ററിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഭൂവുടമകളെ പണം നൽകാതെ LDF സർക്കാരും AC മൊയ്തീൻ MLAയും വഞ്ചിച്ചുവെന്ന് ഇവർ ആരോപിച്ചു. UDF കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചെറുമനങ്ങാട്, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചെറുമനങ്ങാട്, ജസീർ ചെറുമനങ്ങാട്, അക്ഷയ് വെള്ളറക്കാട് എന്നിവർ നേതൃത്വം നൽകി. ഈ അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടന മാമാങ്കം ഇവിടെ നടത്തുമ്പോൾ 200ഓളം പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ഭൂമി തട്ടിയെടുത്ത ഈ AC മൊയ്തീന്റെ വാക്കുകേട്ട് ഒരു പ്രതിഷേധം പോലുമില്ലാതെ ഈ വികസനത്തിന് വേണ്ടി ഭൂമി കൊടുത്ത പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ഒരു പൈസ പോലും അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാവാതെ അവരെ വഞ്ചിച്ച് അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിയ AC മൊയ്തീനും സർക്കാരിനുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. എത്രയും പെട്ടെന്ന് അവർക്കുള്ള നഷ്ടപരിഹാരം നൽകണമെന്നും ഈ കടകൾ നഷ്ടപ്പെട്ട പാവപ്പെട്ട കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നേരത്തെ കിഫ്ബി ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ വിളിച്ചു ചേർത്ത പബ്ലിക് ഹിയറിംഗിലും ഭൂവുടമകൾ പരാതിയുമായി രംഗത്തു വന്നിരുന്നു. KRFB ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിൽ നടക്കേണ്ടിയിരുന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കാതിരുന്നത് വിമർശനത്തിനിടയാക്കി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് അധികാരികൾ എന്നിവർക്കും ഇതേക്കുറിച്ച് കൃത്യമായ വിവരം നൽകുവാൻ സാധിച്ചില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മുജീബ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചെറുമനങ്ങാട് എന്നിവർ പറഞ്ഞു. യോഗത്തിനെത്തിയ കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫ് പന്നിത്തടത്തിനെതിരെയും വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നതിനെതിരെയും CPM നേതാക്കളുടെ നേതൃത്വത്തിൽ കയ്യേറ്റ ശ്രമമുണ്ടായതായും ആരോപണമുണ്ട്. അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇവിടുത്തെ സഖാക്കളായ 2-3 പേര് വന്ന് ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങൾ ആരാണ് കോൺഗ്രസ്സുകാർക്ക് എന്താണ് ഇവിടെ പണി എന്ന് ചോദിച്ചാണ് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും. എന്റെ സഹപ്രവർത്തകനായ മണ്ഡലം വൈസ് പ്രസിഡന്റായ റഫീഖ് ഐനിക്കുന്നതിനെയും എന്നെയും അവർ മർദ്ദിക്കാനും കയ്യേറ്റം ചെയ്യാനാണ് ശ്രമിച്ചത്. അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നാട്ടിലെ ഇത്രയും 10-270 പേരെ അവരുടെ ഭൂമി എടുത്തെടുത്തുള്ളവർക്കും അവരുടെ വ്യാപാരികൾക്കും അർഹിച്ച അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നാണ് ഈ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുവാനും പ്രൊഫഷണൽ കായിക രംഗത്ത് മികവുറ്റ കായിക താരങ്ങളെ വാർത്തെടുക്കാനും ഉതകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഒരു മിനി സ്റ്റേഡിയത്തിനു കൂടി ഫണ്ട് അനുവദിക്കുമെന്ന് മന്ത്രി ചടങ്ങിൽ വാഗ്ദാനം നൽകി. ഓരോ പഞ്ചായത്തുകളിലും ഒരു കളിക്കളം എന്നതാണ് സർക്കാരിന്റെ പദ്ധതി. ഗ്രാമീണ ജനങ്ങളുടെ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ആധുനിക കളിക്കളങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് കായിക താരങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രമായി കുന്നംകുളം മാറി. സ്പോർട്സ് ഡിവിഷൻ അനുവദിച്ചതോടുകൂടി കായിക രംഗത്ത് വലിയ കുതിപ്പാണ് കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. IM വിജയന്റെ പേരിൽ 50 കോടി ചിലവഴിച്ച് തൃശൂർ ലാലൂരിൽ നിർമ്മിച്ച സ്റ്റേഡിയം കായിക പ്രേമികൾക്കും കായിക താരങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. IM വിജയന്റെ പേരിലുള്ള പുതിയ ഇൻഡോർ സ്റ്റേഡിയം 50 കോടി രൂപ ചെലവിൽ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ കായിക താരങ്ങളെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങൾ മാറും. ഇപ്പൊ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം, അതിന് ബഹുമാനപ്പെട്ട MLA തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു പഞ്ചായത്തിന്റെ കളിക്കളം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MLA നിർദ്ദേശിക്കുന്ന ആ ഒരു ഗ്രൗണ്ട് കൂടി എരുമപ്പെട്ടിയിൽ നിർമ്മിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് ഞാൻ പറയുകയാണ്. ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തിലും ഈ രീതിയിലുള്ള ഒരു സംവിധാനം നിലവിലുണ്ട്. പക്ഷെ കേരളത്തിൽ 166 പഞ്ചായത്തുകളിൽ നമ്മുടെ പഞ്ചായത്ത് കളിക്കളത്തിന്റെ നിർമ്മാണം നടക്കുകയാണ്. AC മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസക്കുട്ടി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്,
വാർഡ് മെമ്പർമാരായ MK ജോസ്, റീന വർഗീസ്, CPM ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, പ്രിൻസിപ്പാൾ ഷീബ ജോസ്, HM ബീന C ജേക്കബ് എന്നിവർ സംസാരിച്ചു. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രകോപിതനായി കായിക മന്ത്രി. 24 ന്യൂസ് തൃശൂർ റിപ്പോർട്ടർ സൂരജ് സജ്ജിയുടെ തോളിൽ കൈയിട്ട് മാറ്റിക്കൊണ്ടുപോയി സംസാരിച്ചത് പ്രകോപനം സൃഷ്ടിച്ചു. മന്ത്രിയെ പിന്തുണച്ച് കുന്നംകുളം MLA AC മൊയ്തീനും ക്യാമറകൾ തള്ളിമാറ്റി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കായിക മന്ത്രി V അബ്ദുറഹ്മാനോട് മെസ്സി കേരളത്തിൽ എത്തുന്ന കാര്യം ചോദിച്ചതാണ് പ്രകോപനം സൃഷ്ടിച്ചത്. 24 ന്യൂസ് തൃശൂർ റിപ്പോർട്ടറുടെ കഴുത്തിന് പിടിച്ച മന്ത്രി ചെവിയിൽ സ്പോൺസറോട് പോയി ചോദിക്കാൻ പറഞ്ഞ് പ്രകോപിക്കുകയായിരുന്നു. മുന്നോട്ട് നീങ്ങിയ മന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ക്യാമറകളും മൈക്കുകളും തട്ടിത്തെറിപ്പിച്ചു. മന്ത്രിക്ക് പിന്തുണയുമായി ചാനൽ പ്രവർത്തകരോട് കുന്നംകുളം MLA AC മൊയ്തീൻ കയർത്ത് സംസാരിച്ചു. തുടർന്ന് പാർട്ടി പ്രവർത്തകർ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. നേരത്തെയും മെസ്സി വരുന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കായിക മന്ത്രി മാധ്യമപ്രവർത്തകരോട് കയർത്തിരുന്നു. അല്ല, സീൻ ഉണ്ടാക്കാനല്ല പോലീസ് എന്തിനാ കൈയേറ്റം ചെയ്യുന്നത്? പോലീസ് എന്തിനാ കൈയേറ്റം ചെയ്യുന്നത്? നല്ലൊരു പരിപാടി വരുമ്പോഴേ ഈ നല്ലൊരു പരിപാടി വരുമ്പോ പിന്നെ പറഞ്ഞില്ലേ ജനകീയാസൂത്രണം വിജയത്തിലേക്ക് എത്തിച്ചത് ഇടതു സർക്കാരുകളാണെന്നും കായിക രംഗത്ത് കുന്നംകുളത്തിന്റെ ചുവടുവയ്പ് മാതൃകാപരമാണെന്നും കായിക മന്ത്രി V അബ്ദുറഹ്മാൻ കുന്നംകുളം നഗരസഭ അനക്സ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. EK നായനാർ സർക്കാരാണ് ജനകീയാസൂത്രണത്തിന് തുടക്കമിട്ടത്. ഇത് സമൂഹത്തിലെ എല്ലാ മേഖലയിലും വികസന വെളിച്ചം എത്തിക്കുന്നതിന് ഏറെ സഹായിച്ചു. തുടർന്ന് അതിന്റെ ചുവടുപിടിച്ച് മറ്റ് ഇടത് സർക്കാരുകളും തികച്ചും വികേന്ദ്രീകൃതമായ രീതിയിൽ മികച്ച ഭരണനേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാധ്യതകൾ നൽകിയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ സർവ്വതലത്തിലും ജനക്ഷേമകരമായ വികസനം സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി V അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു. കുന്നംകുളത്തിന്റെ കുന്നംകുളം നഗരസഭ എന്നുള്ളത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. ഈ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നഗരസഭയിലുണ്ട്. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തായാലും അവരുടെ പ്രവർത്തനങ്ങളുടെ പദ്ധതികൾ തയ്യാറാക്കുന്ന ഭാഗമായാലും അടിസ്ഥാന സൗകര്യ വികസനമായാലും പൊതുകാര്യങ്ങളിലും ശുചിത്വം, സമ്പൂർണമായുള്ള ശുചിത്വം നേടിയിട്ടുള്ള നഗരസഭ ധാരാളം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നേടിയെടുത്ത കുന്നംകുളം നഗരസഭയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് കായിക രംഗത്ത് കുന്നംകുളത്തിന്റെ ചുവടുവയ്പുകൾ ഏറെ മാതൃകാപരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൌൺസിലർമാരായ ബിജു C ബേബി, ലബീബ് ഹസൻ, K കൊച്ചനിയൻ, VK തമ്പി, PG ജയപ്രകാശ്, MN സത്യൻ, നാസർ ഹമീദ്, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനോയ് ബോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2023-24 വർഷത്തെ AC മൊയ്തീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2,20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അനക്സ് കെട്ടിടം നിർമ്മിക്കുന്നത്. 9,547 ചതുരശ്ര അടിയിൽ 3 നിലകളിലായി നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിൽ താഴെ പാർക്കിംഗ്, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ എന്നിങ്ങനെ ഓഫീസ് പ്രവർത്തിക്കും. ഒരേ സമയം 12 കാറുകൾ, 25 ഇരുചക്ര വാഹനങ്ങൾ എന്നിവയ്ക്ക് പാർക്ക് ചെയ്യാനാകും. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഓഫീസ് കെട്ടിട സമുച്ചയത്തിലേക്ക് പുതിയ സ്റ്റെയർകേസ്, ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ലഭ്യമാക്കും. 1 വർഷമാണ് നിർമ്മാണ കാലാവധി. നിലവിലെ ഓഫീസ് കെട്ടിടത്തിൽ 60 ജീവനക്കാരും 50 ശുചീകരണ തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട്. ജനന മരണ രജിസ്ട്രേഷൻ, ആരോഗ്യ വിഭാഗം, റവന്യൂ വിഭാഗം,
എഞ്ചിനീയറിംഗ്, ജനറൽ വിഭാഗം എന്നിവയാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ കുടുംബശ്രീ ഓഫീസ്, PMAY ഓഫീസ്, കൌൺസിലിംഗ് സെന്റർ, സാക്ഷരതാ ഓഫീസ്, ദേശീയ നഗര ഉപജീവന ദൌത്യം ഓഫീസ് എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട്. ദിനംപ്രതി 1000 പേർ വന്ന് ഊണ് കഴിക്കുന്ന സുഭിക്ഷ ഹോട്ടലും നഗരസഭാ അങ്കണത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കെ-സ്മാർട്ട് പുതിയ ഡാറ്റ പ്രകാരം ദിനംപ്രതി 220 അപേക്ഷകൾ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപേക്ഷകൾക്ക് മികച്ച സേവനം നൽകാൻ സൗകര്യങ്ങൾ ഒന്നുകൂടി വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടാനും അനക്സ് കെട്ടിടം വരുന്നതോടെ സാധിക്കും. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വികലമായ പ്രതിമ സ്ഥാപിച്ചതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഉപഹാസ സമരം നടത്തി. കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേനടയിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപം നടത്തിയ ഉപവാസം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ ഭരണാധികാരികളുടെ മനസ്സിൽ ഗാന്ധിജി ഇല്ലാത്തതിനാലാണ് പ്രതിമ വികലമായതെന്ന് അദ്ദേഹം പറഞ്ഞു. മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ R. രവികുമാർ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർമാരായ KPA റഷീദ്, VK സുജിത്ത്, BV ജോയ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ഗാന്ധിയനും മുൻ MP-യുമായ C. ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, ചാവക്കാട് നഗരസഭ പ്രതിപക്ഷ നേതാവ് KV സത്താർ, തോമസ് ചിറമേൽ, VK വിമൽ തുടങ്ങിയവർ സംസാരിച്ചു. ബയോ പാർക്കിലെ ഗാന്ധി പ്രതിമ അപൂർണമാണെന്നും ജനങ്ങളുടെ മനസ്സിലുള്ള ഗാന്ധി രൂപത്തിലേക്ക് മാറ്റുമെന്നും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അല്ലെങ്കിൽ നമുക്ക് നഗരസഭ ചെയ്യണമെന്ന് പറഞ്ഞ രീതിയിലല്ല അവിടെ പ്രതിമ നിർമ്മാണം നടന്ന് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹത്തിന്റെ സമയപരിമിതിക്കുള്ളിൽ ചെയ്തു തീർത്തൊരു പ്രതിമയാണ്. തീർച്ചയായിട്ടും അത് പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. ഞാൻ മനസ്സിലാക്കിയോടത്തോളം 1000-ഓളം കിലോ അത് വരും. അതുകൊണ്ട് അത് കൊണ്ടുപോയി മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അത് തന്നെ വെച്ച് അവരത് സ്റ്റാൻഡൊക്കെ വെച്ച് ഇന്നു മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അറിയിച്ചു. കുറഞ്ഞ ദിവസം കൊണ്ട് നിർമ്മിച്ച ശില്പമാണ് അനാച്ഛാദനം ചെയ്തത്. നിലവിലെ രീതിയിലുള്ള പ്രതിമ നിർമ്മിക്കാനല്ല നഗരസഭ ഉദ്ദേശിച്ചിരുന്നത്. ഇക്കാര്യം ശില്പിയെ അറിയിച്ചിട്ടുണ്ട്. ശില്പത്തിന്റെ ബാക്കി പണികൾ ഉടൻ ആരംഭിക്കും. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുടെ മേന്മ കുറയ്ക്കുന്നതിന് കോൺഗ്രസ് നടത്തുന്ന രാഷ്ട്രീയ അഭ്യാസമാണ് ഇപ്പോൾ കാണുന്നത്. ഗാന്ധിയെക്കുറിച്ച് പറയാൻ TN പ്രതാപന് ധാർമ്മിക അവകാശമില്ല. BJPക്ക് MP-യെ സമ്മാനിച്ച കോൺഗ്രസ് നേതാവാണ് TN പ്രതാപൻ. രാഷ്ട്രപിതാവിനോട് ഏറ്റവും കൂടുതൽ ആദരവ് കാണിച്ചിട്ടുള്ള ഭരണസമിതിയാണ് LDF-ന്റേത്. 2010-ൽ ഗാന്ധി ചത്തുരം നിർമ്മിച്ചത് LDF ആണ്. ഗാന്ധി പ്രതിമ മനോഹരമാക്കി ജനങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും ചെയർമാൻ M. കൃഷ്ണദാസ് അറിയിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, AS മനോജ്, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് മത്സ്യബന്ധനത്തിനിടെ വഞ്ചിയിൽ നിന്ന് കടലിലേക്ക് കുഴഞ്ഞു വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കരക്കടിഞ്ഞു. തളിക്കുളം സ്നേഹതീരം സ്വദേശി ഇഷ്താക്കിരി വീട്ടിൽ 52 വയസ്സുള്ള ശിവന്റെ മൃതദേഹമാണ് കരക്കടിഞ്ഞത്. ഞായറാഴ്ച രാവിലെയായിരുന്നു അപകടം. സഹപ്രവർത്തകർ കയറിട്ട് രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും മുങ്ങിപ്പോവുകയായിരുന്നു. ഇന്നലെ കോസ്റ്റൽ പോലീസും ഫിഷറീസ് ബോട്ടും മത്സ്യത്തൊഴിലാളികളും സംയുക്തമായി ചേർന്ന് ശിവന് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ തിരച്ചിൽ തുടങ്ങാനിരിക്കെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപം പുഴവക്കിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പാറന്നൂർ ചിറ സൗന്ദര്യവൽക്കരണത്തിന്റെയും ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ ഹാപ്പിനെസ് പാർക്കിന്റെയും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിളംബര റാലിയും റീഡിംഗ് കോർണറിന്റെയും ഹാപ്പിനെസ് സെന്ററിന്റെയും ഉദ്ഘാടനവും നടന്നു. ചിറ പരിസരത്ത് നടന്ന ചടങ്ങിൽ റീഡിംഗ് കോർണർ, ഹാപ്പിനെസ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. പാറന്നൂർ ചിറ വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രീയ പരീക്ഷത്വ വിഭാഗത്തിന്റെ ഗ്രന്ഥശാല സംഘവും ഗ്രാമപഞ്ചായത്തുമൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ പുഴ സംരക്ഷിക്കാൻ വേണ്ടി അതിന്റെ ആദ്യത്തെ ഈ കേച്ചേരി പുഴ എത്ര ദൂരമുണ്ട്, അത് ഈ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ അത് പുഴയായി തന്നെ നിലനിൽക്കാൻ അതിനൊരു സർവേ നടത്താൻ തയ്യാറാകുന്നത്. കേരളത്തിലെ നിരവധി കോളേജുകളിലെ വിദ്യാർത്ഥികൾ അതിനോട് സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വന്നു ചേർന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജുലറ്റ് ബിനു, ഹസനുൽ ബന്ന, പഞ്ചായത്ത് അംഗം PS സന്ദീപ്, സെക്രട്ടറി MC മാറ്റ്ലി, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, ജനകീയ വായനശാല സെക്രട്ടറി AP ജെയിംസ് എന്നിവർ സംസാരിച്ചു.
പഞ്ചായത്ത് തല കേരളോത്സവ മത്സര വിജയികൾക്ക് ആൻസി വില്യംസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സൗന്ദര്യവൽക്കരണം പൂർത്തിയായ പാറന്നൂർ ചിറയിൽ സ്ഥാപിക്കുന്നതിനുള്ള ഡസ്റ്റ്ബിന്നുകൾ ചൂണ്ടൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ഷാജിലി ചെറുവത്തൂർ, വിനു കുട്ടൻ, മധു ചൂണ്ടൽ എന്നിവർ ചടങ്ങിൽ കൈമാറി. ജാതി പറഞ്ഞും മതം പറഞ്ഞും വർഗീയ ചേരിതിരിവുണ്ടാക്കിയും ഹിന്ദുക്കളെ ഒന്നിപ്പിച്ച് കേരളത്തിന്റെ ഭരണം പിടിക്കാമെന്നത് ബി.ജെ.പിയുടെ വ്യാമോഹം മാത്രമാണെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം ടി. ശശിധരൻ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആത്മാഭിമാന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതി നോക്കി പ്രവർത്തിച്ചതുകൊണ്ടല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അവർക്കൊപ്പം നിന്നതുകൊണ്ടാണ് CPM ജനങ്ങളുടെ പ്രസ്ഥാനമായി മാറിയത്. ബി.ജെ.പി ഹിന്ദു എന്ന് പറയുമ്പോൾ അതിൽ പിന്നോക്കക്കാരും അധസ്ഥിതരും ഒന്നും ഉണ്ടാകില്ല. ജാതി തിരിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം പിടിക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമങ്ങളുടെ റിഹേഴ്സലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കണ്ടതെന്നും ടി. ശശിധരൻ കൂട്ടിച്ചേർത്തു. KSKTU മേഖലാ സെക്രട്ടറി ഷീബ ചന്ദ്രൻ അധ്യക്ഷയായി. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം P.A. മുസ്തഫ, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് M.S. വിനോദ്, ഏരിയ ട്രഷറർ K.G. പ്രമോദ്, CPM ലോക്കൽ സെക്രട്ടറി M.V. സന്തോഷ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം P.K. അസീസ്, കർഷക തൊഴിലാളി യൂണിയൻ മേഖലാ പ്രസിഡന്റ് T.K. കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുഴുവൻ ഹിന്ദുക്കളെ കിട്ടിയാൽ പോലും ജയിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെന്ത് വേണം? പരമാവധി ഹിന്ദുക്കളെ പിടിക്കണം. ജാതി പറയണം, മതം പറയണം, വർണ്ണം പറയണം, സത്വബോധം പറയണം, അനുഷ്ഠാനം പറയണം. അതേമാതിരി അച്ഛന്റെ മരിച്ചാൽ എങ്ങനെ വേണമെന്ന് പറയണം, കല്യാണത്തിന് എന്ത് വേണമെന്ന് പറയണം, എങ്ങനെ നാലമ്പലത്തിൽ പോകണമെന്ന് പറയണം, ഏത് പാട്ട് വെക്കണമെന്ന് പറയണം, ഏത് വിദ്യാഭ്യാസം വേണമെന്ന് പറയണം. ഇങ്ങനെ പരമാവധി ഹിന്ദുക്കളെ പിടിച്ച് പിന്നെയോ ഒരു 10% കത്തോലിക്ക സഭയിൽ കടം വാങ്ങണം. 10% കത്തോലിക്ക സഭയിൽ കടം വാങ്ങിയാൽ പ്രിയപ്പെട്ടവരെ എങ്ങനെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞു? എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞത്? 10% കടം. ആ കടത്തിനോടൊപ്പം തന്നെ എന്ത് വേണം? ഹൈന്ദവ സമൂഹത്തെ ഏതാണ്ട് വ്യത്യസ്ത സമീപനം സ്വീകരിച്ചിരുന്ന വ്യത്യസ്ത നിലപാടുള്ള ഹിന്ദുക്കളെ ഏകോപിപ്പിക്കും. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം എന്ന വിശേഷണമുള്ള അടുപ്പുട്ടി പള്ളി പെരുന്നാളിന് തുടക്കമായി. മഴയുടെ ഭീഷണിയുണ്ടെങ്കിലും പെരുന്നാൾ ആവേശത്തെ അതൊന്നും ബാധിച്ചിട്ടില്ല. അടുപ്പുട്ടിയുടെ അദൃശ്യനായ കാവൽ പിതാവ് മാർ ഓസിയോ താവസിക്ക് ഭക്ത്യാദരപൂർവ്വം വാഴ്ചകളേന്തി നടത്തുന്ന പെരുന്നാൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 7-ന് സന്ധ്യാ നമസ്കാരം, പള്ളിനട കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, തുടർന്ന് ശ്ലൈഹിക വാഴ്വ്, ശേഷം നേർച്ച വിതരണവും ഉണ്ടായി. പെരുന്നാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം, വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, ആശീർവാദം, നേർച്ചയും ഉണ്ടാകും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. 43 പ്രാദേശിക ആഘോഷ കമ്മിറ്റികൾ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കും. തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് കൊണ്ട് ശ്രദ്ധേയമാകാറുള്ള അടുപ്പുട്ടി പള്ളി പെരുന്നാളിൽ സമീപകാലത്തായി നാട്ടാന പരിപാലന ചട്ടം പാലിക്കുന്നതിനാൽ 25 കരിവീരന്മാർ മാത്രമേ അണിനിരക്കുകയുള്ളൂ. 50-ൽ പരം ഗജവീരന്മാർ ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുത്ത ആനകൾ മാത്രമേ കൂട്ടിയെഴുന്നള്ളിപ്പിന് എത്തുകയുള്ളൂ. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 മുതലാണ് ആഘോഷത്തിന്റെ പെരുമയുള്ള അവിസ്മരണീയ കാഴ്ചയുണ്ടാവുക. വൈകിട്ട് 6 മണിക്ക് ധൂപപ്രാർത്ഥനയോടുകൂടി പെരുന്നാൾ സമാപിക്കും. പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, ട്രസ്റ്റി P.K. പ്രജോദ്, സെക്രട്ടറി ബാബു ഇട്ടു, ഭരണസമിതി, പെരുന്നാൾ സഹായ കമ്മിറ്റികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. പെരുന്നാൾ CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. CCTV സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ അവലോകന യോഗവും ആദരവും സംഘടിപ്പിച്ചു. കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന യോഗത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ KT സഹദേവൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജോയിന്റ് കൺവീനറും മുൻ മാനേജിംഗ് ഡയറക്ടറുമായ TV ജോൺസൺ, സംഘാടക സമിതി ചെയർമാൻ KC ജോൺസൺ, ജനറൽ മാനേജർ സിൻഡോ ജോസ്, രമ്യ സനിൽ, ജോസ് മളിയക്കൽ, PS ടോണി തുടങ്ങിയവർ സംസാരിച്ചു. വാർഷിക യോഗത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച കേബിൾ TV ഓപ്പറേറ്റർമാർ, കുടുംബാംഗങ്ങൾ, CCTV ജീവനക്കാർ എന്നിവരെ ഫലകം നൽകി അനുമോദിച്ചു. CCTV ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, കേബിൾ TV ഓപ്പറേറ്റർമാർ, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ശക്തമായ മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു.
ജില്ലയിൽ ശക്തമായി മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കാനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ചൊവ്വാഴ്ച ജില്ലയിലെ അംഗൻവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ച് ഉത്തരവിട്ടത്. മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കളക്ടർ അറിയിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ 13-ാം വാർഡ് പെരുമണ്ണിൽ നിർമ്മാണം പൂർത്തിയായ ഹാപ്പിനെസ് പാർക്കിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഹൈമാസ് ലൈറ്റിന്റെയും ഉദ്ഘാടനം നടന്നു. പെരുമണ്ണ് ചിറ പരിസരത്ത് നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റിലി, ആസൂത്രണ സമിതി അംഗം സച്ചിൻ പ്രകാശ് എന്നിവർ സംസാരിച്ചു. കേച്ചേരി പുഴയുടെ ഭാഗമായ പെരുമണ്ണ് ചിറയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം 10 ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ച് ഹാപ്പിനെസ് പാർക്കും ഓപ്പൺ ജിമ്മും ഹൈമാസ് ലൈറ്റും സ്ഥാപിച്ചത്. കേരളം എന്നെന്താണ്? ജാതിഭേദം, മതദ്വേഷം, ഏതുമില്ലാതെ സർവരും സോദരത്വനെ വാഴുന്ന ഒരു മാതൃക സ്ഥാനമായി ഈ കേരളം മാറിക്കഴിഞ്ഞു. അതെങ്ങനെ മാറി? വെറുതെ ഉണ്ടായതാണ്. മാറ്റം വെറുതെ ഉണ്ടാകില്ല. എല്ലായിടത്തും പറയാറുള്ളതാണ്. മാറ്റം ഇടപെടൽ വഴി മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അല്ലാതെ മാറ്റം വെറുതെ ഉണ്ടാകുന്നതല്ല. പച്ചവെള്ളത്തേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയാണ് നീരാവി. ആ നീരാവിയുടെ ഉപയോഗത്തോടു കൂടിയാണല്ലോ ആവി എഞ്ചിൻ വന്നത്. ആവി എഞ്ചിൻ വന്നതുകൂടി ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങളെ വ്യവസായ രംഗത്തുണ്ടായത്. അപ്പോൾ പച്ചവെള്ളം ആവിയാകണമെങ്കിൽ വെറുതെ പാത്രത്തിൽ ഇരുന്നാൽ പച്ചവെള്ളം ആവിയാകില്ല. അത് ചൂടാക്കണം, തിളയ്ക്കണം, അത് 100 ഡിഗ്രി ഊഷ്മാവിലെത്തണം, അപ്പോഴേ തിളയ്ക്കുള്ളൂ. അപ്പോൾ പച്ചവെള്ളം അതിനേക്കാൾ മെച്ചപ്പെട്ട നീരാവി എന്നവരുടെ അവസ്ഥയിലേക്ക് മാറുന്നു. ഇതിനെ സമൂഹത്തിന്റെ മാറ്റത്തിന്റെ അവസ്ഥ. ത്രിദിന ദേശീയ സെമിനാറിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ തുടക്കമായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഗുരുവായൂർ ദേവസ്വം വൈദിക സാംസ്കാരിക പഠന കേന്ദ്രം, ചുവർചിത്ര പഠന കേന്ദ്രം എന്നിവ സംയുക്തമായിട്ടാണ് വേദപാരമ്പര്യവും ക്ഷേത്രകലകളും എന്ന വിഷയത്തിൽ ത്രിദിന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ സെമിനാർ തിങ്കൾ, ചൊവ്വ, ബുധൻ തുടങ്ങിയ ദിവസങ്ങളിലായി ശ്രീകൃഷ്ണ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം വൈദിക സാംസ്കാരിക പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ P. നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി. ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C. മനോജ് B. നായർ, KS. ബാലഗോപാൽ, KP. വിശ്വനാഥൻ, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS. വിജോയ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ TD. ശ്രീജ, കോളേജ് യൂണിയൻ ചെയർമാൻ TS. മുഹമ്മദ് മിസ്ബാഹ്, വൈദിക സാംസ്കാരിക പഠന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ MN. അരുൺ, ഡോക്ടർ ഗീതു S. നാഥ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വേദപണ്ഡിതന്മാരായ അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാട്, കോതമംഗലം വാസുദേവൻ നമ്പൂതിരി, ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി, വടക്കേടം നീലകണ്ഠൻ നമ്പൂതിരി, പന്തൽ ദാമോദരൻ നമ്പൂതിരി എന്നിവരെ ആദരിച്ചു. തുടർന്ന് വേദപഠനത്തിന്റെ സാങ്കത്യം എന്ന വിഷയത്തിൽ ഡോക്ടർ NK. സുന്ദരേശ്വരനും ഉച്ചാരണ ശുദ്ധിയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ കോതമംഗലം വാസുദേവൻ നമ്പൂതിരിയും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഡോക്ടർ തോട്ടം ദിവാകരൻ നമ്പൂതിരി മോഡറേറ്ററായി. സെമിനാറിൽ ക്ഷേത്രകലകളായ ചുമർചിത്രം, കളമെഴുത്ത്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, കഥകളി, സോപാന സംഗീതം എന്നീ വിഷയങ്ങളെ അധികരിച്ച് ഡോക്ടർ MG. ശശിഭൂഷൺ, ഡോക്ടർ S. രാജേന്ദു, കലാമണ്ഡലം രാമചാക്യർ, ഡോക്ടർ ഉഷ നങ്ങ്യർ, ഡോക്ടർ KU. കൃഷ്ണകുമാർ, തൃപ്പൂണിത്തുറ കൃഷ്ണദാസ്, ഡോക്ടർ രാഘവൻ പയ്യനാട്, കലാമണ്ഡലം MPS. നമ്പൂതിരി തുടങ്ങിയ പ്രശസ്ത കലാചരിത്ര പണ്ഡിതരും ക്ഷേത്ര കലാകാരന്മാരും പ്രഭാഷണം നടത്തും. 29-ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സെമിനാറിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB. അരുൺകുമാർ സമ്മാനിക്കും. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര പാക്കേജിന്റെ പബ്ലിക് ഹിയറിംഗ് TM ഹാളിൽ നടന്നു. ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ആശങ്ക പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പബ്ലിക് ഹിയറിംഗ് നടത്തിയത്. പൊതുമരാമത്ത് പുറമ്പോക്കിന് പുറമെ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാരം ഡിസംബർ മാസം തന്നെ കൊടുത്തു നൽകുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഹിയറിംഗിൽ ചർച്ചയായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ,
LA ഡെപ്യൂട്ടി കളക്ടർ മനോജ്, കിഫ്ബി ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ ഗീവർ, LA ഉദ്യോഗസ്ഥർ, KRFB ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഭൂമി വിട്ടു നൽകിയവരും ഹിയറിംഗിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് P. യതീന്ദ്രദാസ് CPM-ലേക്ക് ഒക്ടോബർ 30-ന് സ്വീകരണം നൽകുമെന്ന് CPM നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. മുരളീധരന്റെ തോൽവിക്ക് കാരണം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സംഘപരിവാർ ബന്ധവും വോട്ട് ചോർത്തിയതുമാണെന്ന് യതീന്ദ്രദാസ് പറഞ്ഞു. തന്റെ ആരോപണത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന വിചിത്രമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. ഗുരുവായൂർ മണ്ഡലത്തിനകത്തെ പല സഹകരണ സ്ഥാപനങ്ങളിലും തെറ്റായ പ്രവണതകളും പ്രതിസന്ധികളും വന്നപ്പോഴും അതൊന്നും പരിഹരിക്കാതെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടുതൽ സങ്കീർണമാക്കുകയാണ് DCC നേതൃത്വം ചെയ്തതെന്നും കോൺഗ്രസിന്റെ ജനാധിപത്യ സ്വഭാവം ഇല്ലാതായെന്നും യതീന്ദ്രദാസ് പറഞ്ഞു. ഭരണസമിതി അംഗമായി വരുമ്പോൾ കേവലം 9 കോടി നിക്ഷേപവും 50,000 രൂപ വരെ വായ്പ മാത്രം നൽകിയിരുന്ന ബാങ്ക് 2014 ഞാൻ അതിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ചുമതല ഒഴിയുമ്പോഴും 2023 എത്തുമ്പോൾ അത് 315 കോടി രൂപ നിക്ഷേപമുള്ള 2 കോടി വരെ വായ്പ കൊടുക്കാവുന്ന സ്ഥാപനമായിരുന്നു. ഇപ്പോൾ അത് കൂപ്പുകുത്തുകയും പുതിയ ഇപ്പോഴത്തെ DCCയുടെ സാമ്പത്തികമായി കള്ളത്തരത്തില് പണം വാങ്ങി അതിന്റെ അവസാന ബാങ്ക് ചെയർമാനായിരുന്ന പരിണിതപ്രജ്ഞനായ പ്രമുഖ കോൺഗ്രസ് നേതാവ് KS ദാസേട്ടന്റെ മകൻ KD വീരമണിയെ പണം വാങ്ങിയിട്ട് അന്നത്തെ DCC അദ്ദേഹത്തെ പുറത്താക്കാൻ നിർദ്ദേശിക്കുകയും ആ പുറത്താക്കിയിട്ട് അവരോധിതമായ കമ്മിറ്റിക്കാർ വളരെ ദിവസങ്ങൾ കൊണ്ട് DCCയും KPCCയും തെരഞ്ഞെടുക്കുന്ന ഭാരവാഹികളെ പോലും തങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം തീരുമാനിച്ചാൽ അതിനെ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അഭിപ്രായം പറയുന്നവരെ ശത്രുക്കളായി കണ്ട് നടപടികൾ സ്വീകരിക്കുന്നുവെന്നും യതീന്ദ്രദാസ് കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, മാലിക്കുളം അബ്ബാസ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ MR രാധാകൃഷ്ണൻ, P. അശോകൻ എന്നിവരും പങ്കെടുത്തു. 400 വർഷത്തിലധികം പഴക്കമുള്ള കൊരട്ടിക്കര വിഷ്ണു ക്ഷേത്ര ശ്രീകോവിലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ മരപ്പണികൾ നീക്കം ചെയ്ത ശേഷം പഴമയൊട്ടും നഷ്ടപ്പെടാതെയാണ് പുനർനിർമ്മാണം നടക്കുക. വാസ്തുശാസ്ത്ര വിദഗ്ധൻ കാഞ്ഞാണി പഴങ്ങാപ്പറമ്പ് മനയിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം കാലടി സംസ്കൃത സർവകലാശാലയിലെ വാസ്തുശില്പ അധ്യാപകനായ പാത്രമംഗലം ജയനാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്ത് നടത്തുന്നത്. കരിയന്നൂർ സ്വദേശി വേലായുധനും പോർക്കുളം സ്വദേശി സുഭാഷുമാണ് സഹായികൾ. ഇരുനിലയുള്ള ചെങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് മുകളിൽ നിർമ്മാണ പ്രവൃത്തികൾ അസാധ്യമായതിനാൽ പണിപ്പുരയിൽ ശ്രീകോവിൽ മാതൃക തീർത്ത് പണികൾ പൂർത്തീകരിച്ചാണ് ശ്രീകോവിലിന് മുകളിൽ കയറ്റുകയെന്ന് ജയൻ പറഞ്ഞു. പൂർണ്ണമായും ആഞ്ഞിലി പ്ലാവിന്റെ കാതലിൽ പണിയുന്ന ശ്രീകോവിൽ ചെമ്പോല പൊതിഞ്ഞ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ഏകദേശം 45 ലക്ഷം രൂപയോളം ചെലവ് വരും. അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി പലകടിക്കാനുള്ള മരങ്ങൾ അവിടെ മില്ലിൽ പോയി കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി മരങ്ങൾ എടുക്കേണ്ടതുണ്ട്. 10-200 കുബിയോളം മരങ്ങൾ വേണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ജയേട്ടനാണ് എല്ലാം ഉൾക്കൊണ്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണി ഇപ്പോൾ ഈ രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയും നാട്ടുകാരുടെയും അതുപോലെ തന്നെ പല സന്നദ്ധ സംഘടനകളുടെയും സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങി വെച്ചേക്കുന്നത്. അത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും അകമഴിഞ്ഞ സഹകരണമുണ്ടെന്നും നിർമ്മാണം പൂർത്തിയാക്കുവാൻ ഇനിയും വലിയ ചെലവുള്ളതിനാൽ ഭക്തരുടെ നിർലോഭമായ സഹായ സഹകരണം ആവശ്യമാണെന്നും ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി ഘോഷ് കുമാർ, പ്രസിഡന്റ് പ്രഭാത് മുല്ലപ്പള്ളി, രക്ഷാധികാരി വേണുഗോപാൽ എന്നിവർ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കര കണിശത്തുമന വകയായിരുന്ന വിഷ്ണു ഭഗവതി ക്ഷേത്രം പിന്നീട് നാട്ടുകാർക്ക് വിട്ടു നൽകുകയായിരുന്നു. കുംഭമാസത്തിൽ കളമെഴുത്തുപാട്ട്, മീനത്തിൽ പൂരം, കർക്കിടകത്തിലെയും തുലാത്തിലെയും വാവുബലി, നിത്യവും പിതൃമോക്ഷ തർപ്പണം എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാനമാണ്. മുകളിലെ നിലയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത്. അത് ഏറെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ചുവട്ടിൽ വെച്ച് കൂട്ടിയിട്ട് എല്ലാ പണികളും പലയടിക്കലടക്കം കഴിഞ്ഞ് അവസാനമാണ് അത് മുകളിലേക്ക് കയറ്റുക. പിന്നെ അടിയിലത്തെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ശ്രീ പഴങ്ങാപ്പറമ്പൻ ഉണ്ണികൃഷ്ണൻ തിരുമേനിയാണ്. പിന്നെ നമ്മുടെ ഒപ്പം പണിയുന്നത്
ഗുരുവായൂരിന്റെ തെരുവിലുണ്ടൊരു കലാകാരി. പാട്ടുപാടുകയും ചിത്രം വരയ്ക്കുകയും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ഇവർ ഈ രംഗത്ത് കുപ്പയിലെ മാണിക്യത്തിന് സമാനമാണ്. രാജഹംസമേ മഴവിൽ കുടിലിൽ രാഗമായി നീ വരുമോ, സാഗരങ്ങളെ മറുവാക്കുമെന്തമോ വെറുതെ ഈ ഭർത്താവുമായി പിണങ്ങി 14 വർഷം മുമ്പാണ് കയ്പമംഗലം സ്വദേശിനി ശാന്ത ക്ഷേത്രനഗരിയിലെത്തുന്നത്. പകൽ സമയത്ത് നടപ്പാതയിലിരുന്ന് ചിത്രം വരയ്ക്കുകയും പൂമാല കെട്ടുകയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നെയ്തെടുക്കുകയും ചെയ്യും. ആവശ്യക്കാർ മോഹവിലയിലൂടെ അവ സ്വന്തമാക്കുമ്പോൾ പട്ടിണിയില്ലാതെ കഴിയുന്നു. അതാണ് ശാന്തയുടെ ആശ്വാസം. കടത്തിണ്ണയിൽ അന്തിയുറക്കം. മനം വിങ്ങുമ്പോൾ നടപ്പാതയിലിരുന്ന് പാടും. സാധാരണ വീട്ടമ്മയുടെ ജീവിതം നയിച്ചിരുന്ന ഇവരുടെ മനോവിഷമങ്ങളാണ് തെരുവിൽ സുരരാഗമായി ഒഴുകുന്നത്. ഹൈന്ദവ ഭക്തിഗാനങ്ങളാണ് പ്രിയമെങ്കിലും മാപ്പിളപ്പാട്ടും നാടക സിനിമാ ഗാനങ്ങളും ആലപിക്കും. കണ്ണീരില്ല കരയാൻ, ആഗ്രഹമില്ല പിരിയാൻ, എന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ, എന്നെനിക്കു ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ. തുടക്കമെന്നെ ചിരിച്ചു കാട്ടി, ഒടുക്കമെന്നെ ചതിച്ചുപോയി, സ്നേഹം നടിച്ചെന്നെ നിരാശനാക്കി പോയി. പാട്ടുകേട്ട് ഒത്തിരി പേർ ആരാധകരായുണ്ട്. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാത്ത ഇവർ ചെറുപ്പം മുതൽ റേഡിയോയിലെയും ടിവിയിലെയും പാട്ടിനൊപ്പം മൂളിയാണ് ഗായികയായത്. പിന്നെ ഈ പാട്ട് പഠിച്ചത് റേഡിയോയിലും നാടൻ പാട്ടിലും ഒക്കെ ഇങ്ങനെ കാണുമ്പോ പഠിക്കാന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ്സൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. സംഗീതവും പഠിച്ചിട്ടില്ല. യൂണിഫോമില്ല, ചോറില്ല, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചത്. 5ലും 3 കൊല്ലം പഠിച്ചു. കാരണം എന്താ വെച്ചാ എനിക്ക് യൂണിഫോമില്ല. അത് കാരണം എന്നും പുറത്തു നിർത്തി. അപ്പൊ അമ്മോട് കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പോണില്ല, പഠിക്കാൻ പോണില്ല അമ്മ, എന്നും തിരിച്ചു. അപ്പൊ അത് കാരണം പിന്നെ 5ാം ക്ലാസ്സിൽ അവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകുന്നു. എന്നാലും എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. ഞാനൊരു പാട്ടുകാരി എന്നല്ല. കാരണം എന്താ വെച്ചാ ഇങ്ങനെ പാടുന്നല്ലാതെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ് ഒന്നുമില്ല. ഹിന്ദി, തമിഴ് ഗാനങ്ങളോടും കമ്പം തോന്നുന്നുണ്ടെങ്കിലും 5ാം ക്ലാസ് വരെ പഠിച്ച ഇവർക്കതിനാവുന്നില്ല. ഇത് മറികടക്കാൻ സ്വന്തമായൊരു മൊബൈൽ ഫോൺ വേണമെന്നാണ് ഇവരുടെ ആഗ്രഹം. പാട്ടുകേട്ട് വ്ളോഗർമാർ തേടിയെത്താൻ തുടങ്ങിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരിപ്പോൾ വൈറലാണ്. ഇതൊന്നും അറിയാതെ തലചായ്ക്കാൻ ഒരു കൂരയും വയറു നിറയെ ഭക്ഷണവും സ്വപ്നം കണ്ട് ജീവിതം സംഗീതസാന്ദ്രമാക്കുകയാണവർ. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലടി. കരിക്കാട് പട്ടിമുറി ബാലനരസിംഹ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി നൽകി വരുന്ന ബാലനരസിംഹമുദ്ര പുരസ്കാരത്തിന് യുവ മുള കലാകാരൻ കടവലൂർ സഞ്ജയൻ അർഹനായി. MP സുരേന്ദ്രൻ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, കക്കാട് രാജപ്പൻ മാരാർ, സദനം വരദരാജൻ എന്നിവരുൾപ്പെട്ട ജൂറിയാണ് അവാർഡ് ജേതാവിനെ നിർണയിച്ചത്. നവംബർ 2-ന് ഏകാദശി ദിവസം പുരസ്കാരം സമ്മാനിക്കും. തുടർന്ന് പഞ്ചവാദ്യത്തോടെ വിളക്കെഴുന്നള്ളിപ്പും നടക്കും. കടപ്പുറം പഞ്ചായത്തിലെ വട്ടേക്കാട് കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടം നാടിന് സമർപ്പിച്ചു. കേന്ദ്ര ധനകാര്യ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് നിർമ്മിച്ച വട്ടേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV സുബ്രഹ്മണ്യൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ, ചാവക്കാട് ബ്ലോക്ക് മെമ്പർ ആഷിദ K, RM മുഹമ്മദ് അലി ഹാജി, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ നന്ദിയും പറഞ്ഞു. വട്ടേക്കാട് സ്വദേശി RM മുഹമ്മദ് അലി ഹാജി സൗജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്ത് BKC തങ്ങൾ റോഡിന് കിഴക്ക് വശമാണ് കെട്ടിടം പണി പൂർത്തിയായത്. പഞ്ചായത്തിലെ 6, 7, 8, 12 എന്നീ വാർഡുകൾ ഈ സെന്ററിന്റെ പ്രവർത്തന പരിധിയിൽ വരും.
കുന്നംകുളം നഗരസഭ കേരളോത്സവത്തിൽ തിളങ്ങിയ സഹോദരങ്ങൾ. ചെമ്മണ്ണൂർ ഇരുമ്പശ്ശേരി വീട്ടിൽ രാജൻ നിഷ ദമ്പതികളുടെ മക്കളായ അശ്വിൻ രാജും നിവേദിയുമാണ് കലാകായിക പ്രകടനത്തിൽ നേട്ടങ്ങൾ കൊയ്തത്. ചെറുപ്പം മുതൽ അശ്വിനും നിവേദിയും വിദ്യാഭ്യാസത്തോടൊപ്പം സംഗീതം, നൃത്തം, സ്പോർട്സ് തുടങ്ങി കലാകായിക ഇനങ്ങളെല്ലാം അഭ്യസിക്കുന്നുണ്ട്. കലാപ്രേമികളായ മാതാപിതാക്കളുടെ പ്രചോദനവും പിന്തുണയുമാണ് സഹോദര പ്രതിഭകളുടെ നേട്ടങ്ങൾക്കു പിന്നിലുള്ള ശക്തി. സ്കൂളിലെ കലോത്സവങ്ങളിലും വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട് ഇരുവരും. ഈ വർഷത്തെ കുന്നംകുളം നഗരസഭ കേരളോത്സവത്തിൽ ലളിതഗാനം, കർണാട്ടിക് സംഗീതം, സ്വിമ്മിംഗ് തുടങ്ങിയ ഇനത്തിലെല്ലാം മത്സരിച്ച് 1, 2 എന്നീ സ്ഥാനങ്ങൾ അശ്വിൻ സ്വന്തമാക്കി. സേലത്ത് റേഡിയേഷൻ കോഴ്സ് 3ാം വർഷ വിദ്യാർത്ഥിയായ അശ്വിൻ രാജിന് കലയോടുള്ള ഇഷ്ടമാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള പ്രചോദനം. സഹോദരി നിവേദിയും തികഞ്ഞ പ്രതിഭയാണ്. ഭരതനാട്യം, മെഹന്തി, സ്വിമ്മിംഗ്, ജാവലിൻ ത്രോ, 1500 മീറ്റർ സീനിയർ ഗേൾസ് എന്നീ വിഭാഗങ്ങളിൽ 1, 2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഓവറോൾ വ്യക്തിഗത ചാമ്പ്യൻ വുമൺ എന്ന പട്ടവും സ്വന്തമാക്കി. കേരളവർമ്മ കോളേജിൽ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയായ നിവേദ്യ സിനിമാ താരം നവ്യയുടെ കീഴിലാണ് നൃത്തം അഭ്യസിക്കുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പാറന്നൂർ കളത്തിപ്പറമ്പിൽ വേലായുധൻ മകൻ മുരളിയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. കഴിഞ്ഞ 22-ാം തീയതി രാത്രി 9:15 പാറന്നൂർ ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ച് അമിത വേഗത്തിൽ വന്ന ടിപ്പർ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടെ ഞായറാഴ്ച വൈകിട്ടാണ് അന്ത്യം സംഭവിച്ചത്. അപകടത്തെ തുടർന്ന് വാഹനം നിർത്താതെ പോവുകയും പിന്നീട് നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് പോലീസ് ടിപ്പർ ലോറി കണ്ടെത്തുകയും ചെയ്തിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള KL 40D 3431 എന്ന നമ്പറിലുള്ള വാഹനമാണ് മുരളിയെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടം സംഭവിച്ചിട്ടും തൊട്ടടുത്ത ദിവസവും റോഡ് പണിക്കായി സർവീസ് നടത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് മുണ്ടപ്പല്ലൂർ കുന്നുപറമ്പിൽ വിനോദിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. മുരളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച് തിങ്കളാഴ്ച 3 മണിക്ക് സംസ്കാരം നടത്തും. സുജാതയാണ് ഭാര്യ. അതുൽ, അർഷ എന്നിവർ മക്കളാണ്. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. നെല്ലിന്റെ സംഭരണം ഉടൻ ആരംഭിക്കുക, നെൽകർഷകരുടെ ദുരിതത്തിന് അറുതി വരുത്തുക, കൃഷിയെയും കർഷകരെയും നശിപ്പിക്കുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ടെത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന മാർച്ച് കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട് ഇന്ന് കർഷകരുടെ കണ്ണീര് വീണ് കുതിരുകയാണ്. പിണറായി സർക്കാരിന്റെ കർഷക വഞ്ചനയുടെയും പിടിപ്പുകേടിന്റെയും ജീവിക്കുന്ന സ്മാരകമായി കൊയ്തെടുത്ത നെല്ല് മാസങ്ങളായി പാടങ്ങളിൽ കെട്ടിക്കിടന്ന് നശിക്കുന്നു. കർഷകരുടെ കഷ്ടപ്പാടിന് പുല്ലുവില കൽപ്പിക്കുന്ന പിണറായി സർക്കാർ സപ്ലൈകോ വഴി സംഭരണം നിർത്തിവെക്കുകയും 100 കണക്കിന് കോടി രൂപ കുടിശ്ശിക വരുത്തുകയും ചെയ്തതോടെ ആയിരക്കണക്കിന് കർഷകർ കടക്കെണിയിലായെന്ന് ഷാജി രാഘവൻ പറഞ്ഞു. കർഷക മോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് അധ്യക്ഷനായി. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, കർഷക മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ രവീന്ദ്രൻ ചുക്കാത്ത്, സജീവൻ അമ്പാടൻ, സെക്രട്ടറി ഷൈജൻ നമ്പനത്ത്, കർഷക മോർച്ച സൗത്ത് പ്രസിഡന്റ് അഭിലാഷ്, നോർത്ത് പ്രസിഡന്റ് രാജേഷ് കുട്ടത്ത് എന്നിവർ സംസാരിച്ചു. കർഷക മോർച്ച തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തീവ്രമായ മഴയത്തും ഇത്രയും പ്രവർത്തകർ ഒറ്റക്കെട്ടായി പോലീസിന്റെ ജലപീരങ്കി കുന്നംകുളം മ്യൂസിക് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മാസം തോറും നടത്തിവരുന്ന കുന്നംകുളം സംഗീത സൗഹൃദത്തിന്റെ ഒക്ടോബർ മാസത്തിലെ പാട്ടുകൂട്ടം നടന്നു. നഗരസഭ CV ശ്രീരാമൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പാട്ടുകൂട്ടത്തിൽ പ്രശസ്ത സിത്താർ കലാകാരൻ ഇബ്രാഹിംകുട്ടി വിശിഷ്ടാതിഥിയായി. മഴവിൽ മനോരമ പാട്ടിലെ താരം എന്ന മ്യൂസിക് ഷോയിൽ പങ്കെടുത്ത വിധികർത്താക്കളുടെ പ്രശംസ പിടിച്ചുപറ്റിയ മ്യൂസിക് ഫോറം ഗ്രൂപ്പിലെ അംഗം ഭദ്രയ്ക്ക് മൊമെന്റോ നൽകി അഭിനന്ദിച്ചു. മ്യൂസിക് ഫോറം വൈസ് പ്രസിഡന്റ് അനീഷ് ഇബ്രാഹിംകുട്ടിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് ഇബ്രാഹിംകുട്ടി സിത്താറിൽ തന്റെ കലാപ്രകടനം നടത്തി. 30ഓളം സംഗീത പ്രതിഭകളുടെ ഗാനാവതരണവുമുണ്ടായി.
വരൂ ഒരു ചായ കുടിച്ച് പരിപ്പുവട തിന്ന് പാട്ടുപാടി കൂടാം എന്ന ആശയത്തിൽ രൂപം കൊണ്ട കുന്നംകുളം സംഗീത സൗഹൃദത്തിനൊപ്പം ചേരാൻ നിരവധി പേരാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗത്വമെടുത്തുകൊണ്ടിരിക്കുന്നത്. മാസത്തിൽ ഒരു ദിവസം കണ്ടെത്തിയാണ് പാട്ടുപാടാൻ അംഗങ്ങൾ ഒത്തുകൂടുന്നത്. PV ബാലചന്ദ്രൻ മാസ്റ്ററാണ് മ്യൂസിക് ഫോറത്തിന്റെ പ്രസിഡന്റ്. അനീഷ്, ജോയ് കാവീട്, ഹരിലാൽ സതീശൻ എന്നിവരാണ് ഭാരവാഹികൾ. സുനിൽ ചൂണ്ടൽ, കിഷോർ കക്കാട്, ശശി ആഴ്ചത്ത് എന്നിവരാണ് സംഗീത സൗഹൃദത്തിന് നേതൃത്വം നൽകുന്നത്. നവീകരിച്ച കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിന്റെ കൂദാശ നടന്നു. ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, നവാഭിഷിക്തരായ വൈദികർ ഫാദർ ഗീവർഗീസ് മാത്യു, ഫാദർ യാക്കോബ് പ്രിൻസ് എന്നിവരെ ആദരിച്ചു. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ മാത്യൂസ് കെ ബർസോമ, ഭാരവാഹികളായ TI ഉല്ലാസ്, CK ബാബു, VI സ്റ്റീഫൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടിയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ KN നിബേഷിനെ നിരന്തരമായി പരസ്യമായി പൊതുവേദികളിൽ വെച്ച് അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ചില CPM പ്രാദേശിക നേതാക്കളുടെയും നടപടിയിൽ കോൺഗ്രസ് നേതാക്കൾ ശക്തിയായി പ്രതിഷേധിച്ചു. 2 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി സ്കൂൾ ഗ്രൌണ്ടിന്റെ നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ചും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചും വാർത്ത നൽകിയതിനെ തുടർന്നാണ് സ്കൂൾ ഗ്രൌണ്ട് ഉദ്ഘാടന വേദിയിൽ വെച്ച് നേതാക്കൾ പ്രാദേശിക മാതൃഭൂമി ലേഖകനായ KN നിബേഷിനെതിരെ അധിക്ഷേപം ചൊരിയുകയും ഭീഷണി മുഴക്കുകയും ചെയ്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇതിനു മുൻപും പല വേദികളിലും പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കെതിരെ അധിക്ഷേപം നടത്തുകയും അവരെ അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായിട്ടുണ്ട്. സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന ഇത്തരം പ്രവൃത്തികൾ അവസാനിപ്പിക്കുവാൻ CPM നേതാക്കൾ തയ്യാറാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് NK കബീർ, MC ഐജു എന്നിവരാണ് ഈ നടപടിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പെലക്കാട്ട് പയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി മഹോത്സവം വർണ്ണാഭമായി. ക്ഷേത്രം മേൽശാന്തി കിഷോർ ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. രാവിലെ 7:30 ഹരികന്യക സംഗീത കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികൾ ഭക്തിഗാനങ്ങൾ ആലപിച്ച് വേദി സജീവമാക്കി. തുടർന്ന് 8:30 പെലക്കാട്ടുപയ്യൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ഛായാചിത്രം ക്ഷേത്രം മേൽശാന്തിയിൽ നിന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കൃഷ്ണൻ, സമിതി അംഗം ഹരിനാരായണൻ എന്നിവർ ഏറ്റുവാങ്ങി. 8:45 പെലക്കാട്ടുപയ്യൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്കായി രവീന്ദ്രൻ ചൂണ്ടൽ രചിച്ച് ഷാജി സുബ്രഹ്മണ്യൻ സംഗീതം നിർവഹിച്ച അഞ്ജലി, സുനീഷ്, ഷാജി, സുബ്രഹ്മണ്യൻ എന്നിവർ ചേർന്നാലപിച്ച പഞ്ചാമൃതം എന്ന ഭക്തിഗാനം തിരുവനന്തപുരം റൂറൽ SP സുദർശൻ IPS പ്രകാശനം ചെയ്തു. പള്ളിയുണർത്തും ശ്രീ പള്ളിരമണ പെലക്കാട്ടുപയ്യൂരിൻ പെരുമാളായി വാണിടും ദേവസേനാപദേ ശരണം ശ്രീ സുബ്രഹ്മണ്യസ്വാമിയേ ശരണം ശ്രീ സുബ്രഹ്മണ്യസ്വാമിയേ ശരണം. തുടർന്ന് നൂപുര നൃത്ത കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളുടെ നൃത്യങ്ങൾ അരങ്ങേറി. ക്ഷേത്രത്തിലെ വിവിധ അഭിഷേകങ്ങൾക്കും പൂജകൾക്കും ശേഷം 11 മണിക്ക് ഉച്ചപൂജ നടന്നു. രാവിലെ പരിപാടികൾ 11:30 സമാപിച്ചു. വൈകുന്നേരം 6:15 അഞ്ജലി, സുനീഷ് പെരിങ്ങോട് അവതരിപ്പിച്ച സോപാനം, ശേഷം 7 മണിക്ക് കലാമണ്ഡലം കീർത്തി അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ തുടങ്ങിയ സാംസ്കാരിക പരിപാടികൾ നടന്നു. സ്കന്ദഷഷ്ഠി മഹോത്സവത്തിന് ക്ഷേത്രസമിതി പ്രസിഡന്റ് കൃഷ്ണൻ, സെക്രട്ടറി KB മുരളി, ട്രഷറർ രഞ്ജിത്ത്, അംഗങ്ങളായ സജീഷ്, കണ്ണൻ, നാട്ടുകാരൻ, വത്സലൻ എന്നിവർ നേതൃത്വം നൽകി. സേവ് പോർക്കുളം എന്ന മുദ്രാവാക്യവുമായി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കുറ്റവിചാരണ യാത്ര കല്ലഴിക്കുന്നിൽ സമാപിച്ചു. സമാപന സമ്മേളനം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അജിത് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ N രാധാകൃഷ്ണൻ മാസ്റ്റർ, KB തമ്പി മാസ്റ്റർ, KA ജ്യോതിഷ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ P പ്രവീൺ കുമാർ, അബ്ദുള്ളക്കുട്ടി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കവിത പ്രേംരാജ്, അംബിക മണിയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യമാനന്ദം പദ്ധതിയുമായി സഹകരിച്ച് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ക്യാൻസർ പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പ് സംഘടിപ്പിച്ചു.
പാറഞ്ചേരി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ഫെബ്രുവരി മാസം 4-ാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ സംസ്ഥാന സർക്കാർ ആരോഗ്യ മാനദണ്ഡം അകറ്റാൻ അർബുദം എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ ക്യാമ്പയിന് തുടക്കമിട്ടത്. ഇതിലൂടെ ഇതുവരെ 20 ലക്ഷം ആളുകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടു. ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം ക്യാൻസർ ആദ്യം തന്നെ കണ്ടെത്തുക, ക്യാൻസർ ഉണ്ടെങ്കിൽ ചികിത്സിക്കുക, ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുക, ക്യാൻസർ വരാതെ ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണം, വ്യായാമം, ഇതൊക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ്. പി നന്ദകുമാർ MLA അധ്യക്ഷനായി. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. ദയ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ VK അബ്ദുൾ അസീസ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിനീഷ മുസ്തഫ, കല്ലാട്ടേൽ ഷംസു, മിസ്രിയ സൈഫുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സൌദാമിനി, ജില്ലാ പഞ്ചായത്ത് അംഗം AK സുബൈർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ AH റംഷീന, K താജുന്നീസ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ്, തൃശൂർ മെഡിക്കൽ കോളേജ് ഓങ്കോളജി വിഭാഗം തലവൻ ഡോക്ടർ ശരത്, K കൃഷ്ണൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം തലവൻ ഡോക്ടർ നിലീന കോശി, ഡോക്ടർ സഹീർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു സ്വാഗതവും ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഹാഫീസ് നന്ദിയും പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജ്, തൃശൂർ ദയ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്ത്രീകളിൽ ശാരീരികക്ഷമതയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാനായി കടവല്ലൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി മെമ്പർമാർക്കും ബാലസഭാ കുട്ടികൾക്കുമായി നടത്തുന്ന കരാത്തെ പരിശീലനത്തിന്റെ 4ാം ഘട്ടത്തിന് തുടക്കമായി. ധീരം സ്വയം എന്ന പേരിൽ കുടുംബശ്രീ മിഷൻ നടത്തിവരുന്ന കരാത്തെ പരിശീലനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ മിഷൻ സ്നേഹിത സർവീസ് പ്രൊവൈഡർ നീന മരിയ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗം നസ്രത്ത് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, പഞ്ചായത്ത് അംഗം നിഷിൽ കുമാർ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ കിനോജി റിയു ഇന്ത്യ കരാത്തെ അക്കാദമിയിലെ ഷെറിൻ, ജിസ്മ എന്നിവരാണ് കരാത്തെ പരിശീലനം നൽകുന്നത്. ഇനി നവമാധ്യമ കാഴ്ച. കുഞ്ഞുങ്ങളും ശ്വാനന്മാരും തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. 2 വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇവരുടെ സ്നേഹവും കെയറിങ്ങും കണ്ടാൽ ആർക്കായാലും കൗതുകം തോന്നിപ്പോകും. പുന്നിയൂരിൽ നിന്ന് നിത്യ നൽകിയ ദൃശ്യം. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,410 രൂപ, സ്വർണം പവന് 91,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 162 രൂപ. ഗുരുവായൂർ തിരുവെങ്കിടം ചേഞ്ചേരി കൃഷ്ണൻ മകൻ മോഹനൻ നിര്യാതനായി. 79 വയസ്സാർന്ന റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്ററാണ് പരേതൻ. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ശാന്തിയാണ് ഭാര്യ. ദിവ്യ, ദിബിൻ ഘോഷ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. നവീകരണം കഴിഞ്ഞ കേച്ചേരി പന്നിത്തടം മക്കിക്കാവ് ബൈപ്പാസ് റോഡ് നാടിന് സമർപ്പിച്ചു. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 54,61 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുവാനും പ്രൊഫഷണൽ കായിക രംഗത്ത് മികവുറ്റ കായിക താരങ്ങളെ വാർത്തെടുക്കാനും ഉതകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വികലമായ പ്രതിമ സ്ഥാപിച്ചതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസ സമരം നടത്തി. ബയോ പാർക്കിലെ ഗാന്ധി പ്രതിമ അപൂർണമാണെന്നും ജനങ്ങളുടെ മനസ്സിലുള്ള ഗാന്ധി രൂപത്തിലേക്ക് മാറ്റുമെന്നും നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം എന്ന വിശേഷണമുള്ള അടുക്കുട്ടി പള്ളി പെരുന്നാളിന് തുടക്കം. പെരുന്നാളിൽ പങ്കെടുക്കുന്ന 43 ആഘോഷ കമ്മിറ്റികൾ. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള 25 ഗജവീരന്മാർ അണിനിരക്കും. മഴയുടെ ഭീഷണിയിലും ആവേശത്തോടെ നാടും നഗരവും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.